അത്തം പിറന്നു പൂക്കളമൊരുക്കാൻ. പൂവിപണി ഉണർന്നതോടെ നാടും നഗരവും ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലേക്ക്. അത്തനിലാവു പെയ്തിറങ്ങിയതോടെ ഇനിയുള്ള 10 നാളുകൾ പൂക്കളങ്ങളുടെയും പൂവിളികളുടെയും വസന്തകാലം. ഓരോ വീട്ടുമുറ്റങ്ങൾ മനോഹരമായ പൂക്കളങ്ങളാൽ അലങ്കരിക്കാനുള്ള തിരക്കിനൊപ്പം മാനം തെളിഞ്ഞതോടെ ഓണപ്പൂ വിപണിയും ശനിയാഴ്ച മുതൽ ഉണർന്നത്. അത്തത്തിന് തലേ ദിവസം തന്നെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലും വഴിയോര പൂക്കടകളിലും പൂക്കൾ ലോഡ് കണക്കിന് എത്തിത്തുടങ്ങി. ഡാലിയ, ജമന്തി, വിവിധ വർണ്ണത്തിലുള്ള ചെണ്ടുമല്ലി, ചില്ലി റോസ്, ഗോൾഡൻ റോസ് തുടങ്ങിയ പല ഇനത്തിലുള്ള പൂക്കളാണ് എത്തിയത്. ഇക്കുറി അത്ത തലേന്ന് 80 രൂപ മുതൽ 350 രൂപയാണ് വിവിധ പൂക്കൾക്കായി മാർക്കറ്റ് വില. കർണാടകയിലെ ഗുണ്ടൽപേട്ട, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തെ പൂവിപണിയിൽ പൂക്കൾ കൂടുതലും ശനിയാഴ്ച എത്തിയത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിലെ തോമാലയിൽ നിന്നുമാണ് പൂക്കൾ എത്താനുണ്ട്. പൂക്കളുടെ വില ഇത്തവണ പൊതുവെ കുറവാണെന്നാണ് വിലയിരുത്തുന്നത്. വിവിധ ഇനത്തിലുള്ള പൂക്കൾ കൂട്ടിക്കലർത്തി ചെറിയ കിറ്റുകൾ 50 മുതൽ 100 രൂപ വരെയും ലഭ്യമാണ്. 10 ദിവസത്തേക്ക് മാത്രം പ്രവർത്തിക്കുന്ന താൽക്കാലിക പൂക്കടകളും മുക്കത്തിന്റെ പൂവിപണിയിലെ മറ്റൊരു സവിശേഷതയാണ്. മറുനാടൻ പൂക്കൾ വിപണി കീഴടക്കുമ്പോഴും നാടൻ പൂക്കൾക്ക് ആവശ്യക്കാർ കുറയുന്നില്ല. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെക്കൻ ജില്ലകളിൽ നിന്നും നാടൻ പൂക്കളും വിപണിയും വരും ദിവസം സജീവമാകുകയായി. മറുനാടൻ പൂക്കളേക്കാൾ പൂക്കളത്തിന് തനത് ഭംഗിയും ഗൃഹാതുരത്വവും നൽകുന്നത് നാടൻ പൂക്കളാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായപ്പെടുന്നുണ്ട്. തൊടികളിലും കുന്നിൻ ചെരുവുകളിലും ചുറ്റിക്കറങ്ങി പൂക്കൾ ശേഖരിക്കുന്ന തിരക്കും ഗ്രാമപ്രദേശങ്ങളിൽ ശനിയാഴ്ച തന്നെ തുടങ്ങി. തുമ്പപ്പൂവ്, മുക്കുറ്റി, തെച്ചി, തുളസി, കൃഷ്ണകിരീടം, അരിപ്പൂവ്, ചെമ്പരത്തി, തൊട്ടാവാടി തുടങ്ങിയ പൂക്കളാണ് നാട്ടിൻപുറങ്ങളിലെ പൂക്കളങ്ങളിൽ ഇടം പിടിക്കുന്നത്. വാഴക്കൂമ്പും വിവിധതരം ഇലകളും പൂക്കളത്തിന് ഭംഗി കൂട്ടാനായി ഉപയോഗിക്കുന്നുണ്ട്. പൂക്കൾ തേടി തൊടികളിലും കുന്നിൻ ചെരുവുകളിലും കൂട്ടമായി നടന്നിരുന്ന കുട്ടികളും സമൃദ്ധിയുടെ പൂവിളിയുമായി വീടുകളിൽ ധന്യമായിരുന്ന ഓണക്കാലവും പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഇന്നും മായാതെ നിൽക്കുന്നു. പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം തുടങ്ങിയ പ്രധാന ഓണദിനങ്ങളിൽ ഓരോ ദിവസവും വ്യത്യസ്ത രൂപത്തിലും നിറത്തിലും പൂക്കളമൊരുക്കിയിരുന്ന കാലത്തിന്റെ കാഴ്ചകളും ഗൃഹാതുരതയോടെ ഓർമ്മിക്കപ്പെടുന്നു. മറുനാടൻ പൂക്കളുടെ വർണ്ണ വൈവിധ്യത്തിനൊപ്പം നാടൻ പൂക്കളുടെ ഗന്ധവും ഗ്രാമീണ ഓണക്കാലത്തിന്റെ ഓർമ്മകളും വീണ്ടും എത്തുമ്പോൾ അത്തം മുതൽ വീട്ടുമുറ്റങ്ങൾ ഇനി 10 നാളുകൾ പൂക്കളുടെ വർണ്ണശോഭയിൽ നിറയുകയായി. ഉണ്ണിച്ചേക്കോട്ടുടെ ന്യൂസ്, മുക്കം.